നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള അന്തർ സംസ്ഥാന ചർച്ച നടക്കുകയാണെന്ന് മൂന്നാറിൽ വെച്ചിട്ട്. ദളപതി വിജയ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടെടുത്ത ആദ്യത്തെ തീരുമാനമാണ് മുല്ലപ്പെരിയാർ ഡാം അതിന് പകരം വേറൊരു ഡാം പണിയുകയില്ല എന്നുള്ളത്. അപ്പോൾ വേണ്ടത്ര അറിവുള്ള ഹൈഡ്രോളിക് ഫോഴ്സിനെ പറ്റി മറ്റു അറിവുള്ള എഞ്ചിനീയേഴ്സിനെ കൂട്ടി അതിനെന്താണ് പരിഹാരം, ഈ ഡാം ഇവിടെ നിലനിർത്താൻ എന്താണ് പരിഹാരം എന്നുള്ളത് നോക്കുക. അതിൻ്റെ അടിയിൽ മുഴുവൻ ചളി അടഞ്ഞു കിടക്കുകയാണ്, ഒത്തിരി വിള്ളലുകളുണ്ട്. ഇത് പഠനം റിപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഡാം പൊട്ടുകയാണെങ്കിൽ, ഒരു നല്ല മഴ വന്നാൽ ഡാം പൊട്ടാം. മാത്രമല്ല ഈ ഡാമിൻ്റെ ആ സ്ഥലങ്ങളിലൊക്കെ ഭൂകുലുക്കം ഉണ്ടാവാൻ ചാൻസ് കൂടുതലുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് തിരുവനന്തപുരത്തിൻ്റെ അറ്റവും കാസർഗോഡിൻ്റെ അറ്റവും മാത്രമേ കാണുകയുള്ളൂ, തമിഴ്നാടിൻ്റെ ഒരു ഭാഗവും പോവും. അപ്പം അങ്ങനെ നമ്മുടെ നാട് നന്നാവണം